പുരുഷൻ്റെ വസ്ത്രങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രമാണെന്നും അത് സ്ത്രീ കൂടി ധരിച്ചുകൊണ്ട് സ്ത്രീക്ക് കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വസ്ത്രധാരണ രീതിയാണ് ജെൻഡർ ന്യൂട്രൽ വസ്ത്രത്തിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് എന്നാണ് അവരുടെ വാദം. അതോടൊപ്പം തന്നെ മറ്റൊരു വാദമുള്ളത് ഇതിനെ എതിർക്കുകയും അപ്പോൾ പുരുഷൻ്റെ വസ്ത്രം കംഫർട്ടബിൾ ആണോ, സ്ത്രീ കംഫർട്ടബിൾ ആകണമെങ്കിൽ സ്ത്രീ പുരുഷൻ്റെ വസ്ത്രം ധരിക്കുകയാണോ വേണ്ടത്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ആളുകൾക്കിടയിൽ രൂപപ്പെട്ടു വന്നപ്പോൾ അതിനെ അവർ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പറയുന്നത് സ്ത്രീ പുരുഷ സമത്വത്തെ അംഗീകരിക്കാത്തവരാണ്, സ്ത്രീ വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, എപ്പോഴും പുരുഷാധിപത്യ മൂല്യങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സ്ത്രീ വിരുദ്ധമായി സംസാരിക്കാൻ കഴിയുന്നതെന്നാണ്. ഇതൊരു ട്രാപ്പാണ്. അതായത് അവർ പറയുന്ന വാദം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നതിനെ കുറിച്ചാണ്. ആ വാദത്തിന് അവർ പറയുന്ന ന്യായം കംഫർട്ടബിളായ വസ്ത്രം എന്നുള്ളതാണ്. ഇത് രണ്ടും ഭയങ്കര കോൺട്രാഡിക്ഷൻ, വൈരുദ്ധ്യം നിലനിൽക്കുന്ന ഒരു സംഗതി. ജെൻഡർ ന്യൂട്രൽ വസ്ത്രം എന്ന് പറയുന്നത് കംഫർട്ടബിൾ ഡ്രസ്സ് അല്ലെങ്കിൽ കംഫർട്ടബിലിറ്റിയുമായി ബന്ധപ്പെട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നു. അതിനുള്ളൊരു ന്യായീകരണമായി പറയുന്ന അല്ലെങ്കിൽ സാധൂകരിക്കാൻ പറയുന്ന ഒരു സംഗതി അതാണ്. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള ട്രാപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ന്യായീകരണം മുന്നോട്ട് ഇവിടെ സ്ത്രീ പുരുഷ വിവേചനം നിലനിൽക്കുന്നുണ്ട്, പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്, അതൊക്കെ നമ്മളെ അക്കോമഡേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനെ മറികടക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബദലാണ്, ഒരു അൾട്ടർനേറ്റീവാണ് ഈ ഒരു രീതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇതിനെ അവതരിപ്പിക്കുന്നത്. അതോടുകൂടി അതിനകത്തുള്ള ട്രാപ്പ് ഇതിനെതിരെ സംസാരിക്കുകയും ഇതിനെതിരെ ആശങ്കകൾ പറയുകയും ഇതിനകത്ത് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന ആളുകളെ സ്വാഭാവികമായിട്ടും 6ാം നൂറ്റാണ്ടിൻ്റെ ഫോളോവേഴ്സായിട്ടും പ്രാകൃത പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉപഭോക്താക്കളും വക്താക്കളുമായിട്ടും അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധതും രേഖീയമാക്കപ്പെട്ട സ്ത്രീയുടെ അടിമത്തത്തിൻ്റെ പ്രചാരകരും പുരുഷാധിപത്യത്തിൻ്റെ പ്രചാരകരും ഒക്കെ ആയിട്ട് കള്ളികോളങ്ങളിൽ ഒതുക്കുകയാണ്. അവർക്ക് പിന്നീട് അതിനകത്ത് അവരുടെ വാദങ്ങളോ അവരുടെ ആർഗ്യുമെൻറ്റോ അവരുടെ ചോദ്യങ്ങൾക്കോ സ്പേസ് ഇല്ല എന്നുള്ളതാണ്. ഇവർ പറയുന്നതിലൊരു വൈരുദ്ധ്യം രസകരമായി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് തന്നെ പല ആളുകളും നമ്മുടെ ഹിജാബ് വിഷയം ഉണ്ടായ സമയത്ത് എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ഹിജാബ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ മതപരമായി സ്വീകരിച്ചൊരു സാധനമല്ല, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ മേൽ കെട്ടിവെച്ചതാണല്ലോ, നിങ്ങൾ മദ്രസയിൽ പഠിക്കുന്നു, നിങ്ങളുടെ വിശ്വാസങ്ങളുടെ ഭാഗമായി നിങ്ങൾ പഠിക്കുന്നു, അപ്പോൾ നിങ്ങളുടെ മേൽ കെട്ടിവെച്ച ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഹിജാബ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയൊരു വസ്ത്രമാണോ എന്ന് എന്നോട് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഹിജാബ് നമ്മുടെ ചോയ്സാണ് എന്നുള്ളൊരു സാധനത്തിലേക്ക് അവർ തന്നെ ആ ഒരു ക്വസ്റ്റ്യനെ രൂപപ്പെടുത്തിയിട്ട് നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു ഉത്തരം പറയിപ്പിക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീ ഒരു സാധനം ചൂസ് ചെയ്യുമ്പോൾ, ഒരു സാധനം പ്രിഫർ ചെയ്യുമ്പോൾ, അപ്പിയർ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെയാണോ, അത് മതം കെട്ടിവെച്ചതല്ലേ, മതം പഠിപ്പിക്കുന്നതല്ലേ, നിങ്ങളൊരു തീരുമാനമല്ലല്ലോ തുടങ്ങിയ ചോദ്യങ്ങൾ ആദ്യം തന്നെ അതിനുള്ള ഉത്തരങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഒരു ട്രാപ്പുകളായി അവർ എടുക്കുന്നു എന്നുള്ളത്. അതായത് നമ്മളുടെ തീരുമാനങ്ങൾ എപ്പോഴും മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്, ഒരു തീരുമാനമാണ്. അത് ആരൊക്കെയാ പല കാരണങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണ്. ഈ പുരോഗമനത്തിൻ്റെയും കംഫർട്ടബിലിറ്റിയുടെയും ഒക്കെ ആത്യന്തികമായ ഉത്തരവാദിത്വം ഈ പറയുന്ന എതിർമൂല്യങ്ങൾക്ക് മാത്രമാണ് ഉള്ളത് എന്നുള്ള സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ കംഫർട്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ കംഫർട്ടബിൾ ആയിട്ടൊരു സാധനം ഇതാണ് എന്ന് പറയുന്നൊരു സംഗതിയല്ല. അതിൻ്റെ അപ്പുറത്ത് അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, അവൻ്റെ സാമൂഹികവും പാരിസ്ഥിതികവുമായിട്ടുള്ള ഘടകങ്ങൾ, അവൻ ഇടപെടുന്ന ജ്ഞാനമേഖലകൾ, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യനെ നിർണ്ണയിക്കുന്ന അവൻ്റെ ബുദ്ധിയെയും അവൻ്റെ തീരുമാനങ്ങളെയും അവൻ്റെ കംഫർട്ടബിലിറ്റിയെയും പല ഘടകങ്ങൾ നിർണ്ണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തതിനു ശേഷമാണ് അവൻ്റെ ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക്, അവൻ്റെ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ തരത്തിൽ പ്രോസസ്സുകളൊക്കെ റദ്ദ് ചെയ്തുകൊണ്ടാണ് കംഫർട്ടബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറയെ രൂപപ്പെടുത്തിക്കൊണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന വാദം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏതൊരു വാദവും നമുക്കറിയാം, പാഠ്യപദ്ധതിയിൽ ഒരു സംഗതി നടപ്പിലാക്കുമ്പോൾ, വിദ്യാഭ്യാസ പ്രക്രിയകൾക്കകത്ത് ഒരു സംഗതി നടപ്പിലാക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ പാഠ്യപദ്ധതിയാണ് ആ രാജ്യത്തിൻ്റെ ഭാവി തലമുറയെ തീരുമാനിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്നത്. ആ പാഠ്യപദ്ധതിയിലും അത് നടപ്പിലാക്കുന്ന പ്രോസസ്സുകളിലൂടെയുമാണ് ആ രാജ്യത്തിൻ്റെ തുടർന്നുള്ളൊരു തലമുറ രൂപപ്പെടുന്നത്. അത്തരത്തിൽ ഒരു തലമുറയെ നിർണ്ണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്ന ജ്ഞാനശാസ്ത്രപരമായിട്ടുള്ള സംഗതികൾ പാഠ്യപദ്ധതികൾക്കകത്ത് ഉൾക്കൊള്ളിക്കുമ്പോൾ ഈ ഒരു ഉൾക്കൊള്ളിക്കുന്ന സാധനം വർക്ക് ചെയ്തത് എങ്ങനെയായിരുന്നു, ഇതിൻ്റെ ചരിത്രപരമായിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു, അത് മറ്റു സമൂഹങ്ങളിൽ ഉണ്ടാക്കിയ പ്രതിഫലനം എന്തായിരുന്നു എന്ന് വളരെ കൃത്യമായി പഠിക്കുകയും വിശകലന വിധേയമാക്കുകയും വിമർശന വിധേയമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശകലനത്തിനും വിമർശനത്തിനും ഒക്കെ ശേഷമാണ് ഒരു തീരുമാനത്തിൽ, ഒരു സിസ്റ്റത്തെ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അതിനു പകരമായിട്ട് വിമർശനാത്മകമായി വിഷയത്തെ സമീപിക്കാൻ കഴിയുന്നില്ല, വിശകലന രീതിയിൽ വിഷയത്തെ സമീപിക്കാൻ കഴിയുന്നില്ല, ഒരർത്ഥത്തിലും വിഷയത്തെ സമീപിക്കാൻ അയക്കാതെ അവരൊക്കെ
കള്ളിഗോളങ്ങളിലും 6-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി ഒക്കെ ഒതുക്കിക്കൊണ്ടുള്ള ഒരു ട്രാപ്പായി കൊണ്ടുകൂടിയാണ് ജനറൽ ന്യൂട്രാലിറ്റി വാദങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് എന്നുള്ളത് കൂടി നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആ സ്പേസിൽ നിന്നുകൊണ്ട് ഒരു പാഠ്യപദ്ധതിക്കകത്ത് ഇത് നടപ്പിലാക്കുമ്പോൾ ലോകത്ത് സമൂഹങ്ങളിൽ ഉണ്ടായ പ്രതിഫലനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാനും വിമർശിക്കാനും അതിനെ നിരൂപണം ചെയ്യുവാനും സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ലിബറലിസം എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു എല്ലാ വിഷയങ്ങളെയും നമ്മളിങ്ങനെ ഒരു ഇവർ പറയുന്നത് പോലെ ഒരു സാർവലൗകികമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് പല വിഷയങ്ങളോടും നിലനിൽക്കുന്നത്. അതിനപ്പുറത്ത് ഈ വിഷയങ്ങളുടെയൊക്കെ ഒരു കാരണം, റീസൺ എവിടെ നിന്ന് വരുന്നു, ഇതിന്റെ പ്രത്യേകതകൾ എവിടെ നിന്ന് വരുന്നു എന്നത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആകേണ്ടതുണ്ട്. നമുക്കറിയാം യൂറോപ്പിലെ നവോത്ഥാനത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ലിബറലിസം വരുന്നത്. ആ ലിബറലിസത്തിന്റെ ഒരു സാമ്പത്തിക മുഖം എന്ന് പറയുന്നതാണ് മുതലാളിത്തം അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്കോണമി എന്ന് പറയുന്ന സംഗതി. അതുപോലെ തന്നെ അതിന്റെ ഒരു പൊളിറ്റിക്കൽ മുഖമാണ് സെക്യുലറിസം എന്ന് പറയുന്ന ഒരു സംഗതിയും നമുക്കറിയാവുന്നതുപോലെ. അതുപോലെ അതിന്റെ ഒരു സാംസ്കാരിക മുഖമാണ് ലിബറലിസം എന്ന് പറയുന്ന സംഗതി. അപ്പൊ ഇത് യൂറോപ്പിലെ നവോത്ഥാനത്തിന് ശേഷം തിയറൈസ് ചെയ്യപ്പെട്ടതാണെങ്കിൽ പോലും ഇത് ആദ്യം പഴയ ബഹുദൈവത്വ സമൂഹങ്ങളിലൊക്കെ ഇത് നിലനിന്നതായി കാണാൻ കഴിയും. അതായത് ഒരു വ്യക്തിക്ക് ആത്യന്തികമായ ഉത്തരവാദിത്തങ്ങൾ നൽകുക, അവൻ പരമമായ അധികാരം വ്യക്തികൾക്ക് നൽകുക, വ്യക്തിയുടെ എല്ലാത്തരം തീരുമാനങ്ങളും വ്യക്തികൾ മാത്രം കേന്ദ്രീകൃതമായി നിലനിൽക്കുക, അത് സ്റ്റേറ്റ് നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു വാദമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് നമുക്ക് ബഹുദൈവത്വ സമൂഹങ്ങളിൽ കാണാൻ കഴിയുന്നത് സമൂഹത്തിന്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ താല്പര്യങ്ങൾ എന്ന അർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുന്ന ആ കാലഘട്ടങ്ങളിലെ സമ്പത്തും അധികാരവും ഉണ്ടായിരുന്ന വരേണ്യ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ ഫ്യൂഡലിസ്റ്റ് സമൂഹങ്ങളിൽ അടക്കം അടിച്ചേൽപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. അതൊരു തരം അത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ലിബറലിസം തന്നെയായിരുന്നു. അതിന്റെ ഒരു ആ ബഹുദൈവത്വ സമൂഹങ്ങൾക്കകത്ത് ഈ ലിബറലിസത്തിന്റെ മതകീയവൽക്കരണം പൗരോഹിത്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഒരു ഇമ്പാക്ട് സമൂഹത്തിൽ എന്തായിരുന്നു? അവിടെ പുറന്തള്ളപ്പെട്ട ആളുകളായിരുന്നു ആരൊക്കെയായിരുന്നു? ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ലിംഗ ന്യൂനപക്ഷങ്ങളും സാമൂഹിക ന്യൂനപക്ഷങ്ങളും ഒക്കെ എങ്ങനെയാണ് ചരിത്രത്തിൽ പുറന്തള്ളപ്പെടുകയും ഫ്രെയിം ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ഒരു അധീശത്വം അവിടെ പ്രാക്ടീസ് ചെയ്തതിന്റെ ഇമ്പാക്റ്റ് ആയിരുന്നു. ഇതിന് മതകീയമായ വൽക്കരണം നൽകിക്കൊണ്ട് ഗ്ലോറിഫൈ ചെയ്തതിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇപ്പൊ നിലനിൽക്കുന്ന ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് ആധുനിക ലിബറലിസം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള വാദം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇതിനകത്ത് തന്നെ പല തിയറികൾ നമുക്കറിയാം. മുതലാളിത്തത്തിന്റെ ഒരു ബദൽ എന്നുള്ള രീതിയിലാണ് കമ്മ്യൂണിസം ലോകത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ ലിബറലിസത്തിന്റെ പ്രയോക്താക്കളായിട്ട് മാറുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും കമ്മ്യൂണിസം അവിടെ നിലനിൽക്കുന്ന അധീശത്വങ്ങളെയും വംശീയതയെയും പുൽകി നിലനിന്നു എന്നുള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസത്തിന് അധികകാലം നിലനിന്നു പോകാൻ കഴിയാത്തതും ലോകത്തെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ അതിജീവിക്കാനും കഴിയാതെ പോയതെന്നത് കമ്മ്യൂണിസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ഈ കേരള കോണ്ടെക്സ്റ്റിനകത്ത് ഇവിടെ CPIM ഇടതുപക്ഷവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ അധികാര ശ്രേണിക്കകത്ത് കമ്മ്യൂണിസം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിലനിൽക്കുന്ന ഹിന്ദുത്വ വംശീയതയും സവർണതയും പുൽകിക്കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിന്റെ വക്താക്കളായും പ്രയോക്താക്കളായും നിലനിന്നുകൊണ്ടാണ് അവർ കമ്മ്യൂണിസം എന്ന് പറയുന്ന രീതിയിൽ വംശീയതയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ പലതരത്തിൽ ലിബറലിസം സമൂഹങ്ങൾക്കകത്ത് അധീശത്വത്തെയാണ് വ്യക്തികളുടെ ആത്യന്തികമായ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അധീശത്വത്തെ പ്രാക്ടീസ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് മതപരമായ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ പിന്നെ ലഖത് കറമനാ ബനി ആദം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ. ഇതുപോലെ തന്നെ സെമിറ്റിക് മതങ്ങളൊക്കെയും തന്നെ മനുഷ്യർക്ക് ആദരണീയമായൊരു സ്ഥാനം നൽകുന്നുണ്ട്. ഈ മതങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ മതവിശ്വാസങ്ങളിൽ നിന്നാണ് മനുഷ്യൻ സവിശേഷമായും ആദരിക്കപ്പെടേണ്ടവനാണെന്നും ആദരിക്കപ്പെടാൻ അർഹനാണെന്നും ഉള്ള കോൺസെപ്റ്റിലേക്ക് യുക്തിവാദം ഉൾപ്പെടെയുള്ള ലിബറൽ ചിന്താഗതികൾ യഥാർത്ഥത്തിൽ എത്തുന്നത്. അല്ലാതെ നമുക്കറിയാം E=mc² എന്ന് പറയുന്ന ഇക്വേഷൻ ശാസ്ത്രം കണ്ടുപിടിച്ചതാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചാണ്. പക്ഷെ അതിന്റെ ഒരു ഇമ്പാക്ട് എന്തായിരുന്നു? അത് സമൂഹത്തിൽ രൂപപ്പെടുത്തിയ ഒരു പ്രതിഫലനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അറ്റോമിക് ബോംബിന്റെ തിയറി രൂപപ്പെടുത്തിയ ഒരു സംഗതിയായിരുന്നു. അതായത് അത് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തായിരുന്നു. പക്ഷെ ശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെ വിശദീകരിക്കാൻ സാധ്യമായില്ല. അതിന്റെ നൈതികതയെ, അതിന്റെ എത്തിക്സിനെ വിശദീകരിക്കാൻ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ ശാസ്ത്രവാദത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് കൂടിയായിരുന്നു അത് നെഗറ്റീവായിട്ട് അത്രയും വലിയൊരു കണ്ടുപിടുത്തം സമൂഹത്തിൽ നെഗറ്റീവായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ നൈതികതയെ, എത്തിക്കൽ വാല്യൂസിനെ
വിശദീകരിക്കാൻ കഴിയുന്നത് മനുഷ്യ സമൂഹങ്ങളുടെ, മനുഷ്യന്റെ വ്യക്തി മുതൽ സമൂഹം വരെ വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യന്റെ എല്ലാത്തരം ഡിസ്കോഴ്സസിനെയും വിശദീകരിക്കാൻ, നൈതികപരമായി എത്തിക്കൽ വാല്യൂകളോടുകൂടി വിശദീകരിക്കാൻ കഴിയുന്നത് മതങ്ങൾക്കാണ്, മതവിശ്വാസങ്ങൾക്കാണ്, പ്രമാണങ്ങൾക്കാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മെറ്റീരിയൽ ആയിട്ടുള്ള വാദങ്ങൾക്കൊന്നും തന്നെ ഇതിനകത്ത് സ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഇസ്ലാമിക നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിക നിയമങ്ങളുടെ പ്രത്യേകത, ഏതുതരം നിയമങ്ങളാണെങ്കിലും ഇസ്ലാമിക നിയമങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സാംസ്കാരിക ജീർണതകളിൽ നിന്നുള്ള വിമോചനം, അതുപോലെ നാഗരികതകളുടെ സംസ്ഥാപനം എന്ന് പറയുന്നത് അതൊരിക്കലും വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതിയല്ല. വ്യക്തിയിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലേക്ക് കടന്ന്, സംസ്കാരത്തിലേക്ക് കടന്ന് വലിയ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന നാഗരികതകളുടെ സംസ്ഥാപനം, സാംസ്കാരിക ജീർണതകളിൽ നിന്നുള്ള വിമോചനം എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം, വലിയ വിശാലമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇസ്ലാമിക നിയമങ്ങൾ ഉൾക്കൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് ഈ റിജിഡിറ്റിയെ വീക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അതിനപ്പുറത്ത് ലിബറലിസത്തിലേക്ക് വന്നു നോക്കൂ. ലിബറലിസത്തിന്റെ തിയറികൾ എന്താണ്? ഈ ജെൻഡർ ന്യൂട്രൽ വാദങ്ങൾ വരെ അവർ ആ തിയറിയെ ആശ്രയിച്ചാണ്, ആ തിയറിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ സാധൂകരിക്കുന്നത്. അവരുടെ ഹാം പ്രിൻസിപ്പിളും അവരുടെ ഹാപ്പിനെസ് തിയറിയും ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഒരു മനുഷ്യന് സ്വന്തം ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്നത്, സ്വന്തം സന്തോഷം നൽകുന്നു എന്ന് തോന്നുന്നത്, മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകില്ല എന്നുള്ളത് അവർ തോന്നുന്നത് പോലെ പ്രവർത്തിക്കാമെന്നുള്ളതാണ്. അവിടെ അവർ സമൂഹത്തിൽ നിന്ന് വളരെ കൃത്യമായി വ്യക്തിയെ മാറ്റി നിർത്തുകയാണ്. വ്യക്തിക്ക് ആത്യന്തികമായ എല്ലാ അധികാരവും നൽകിക്കൊണ്ട് വ്യക്തി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഇമ്പാക്റ്റും ഒരിക്കലും സമൂഹത്തിന് ബാധിക്കുകയില്ല എന്നുള്ള ഒരു മുന്നുപാധിയെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധൂകരണത്തെ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഹാം തിയറി രൂപപ്പെടുത്തുന്നത്, ഹാം പ്രിൻസിപ്പിൾ രൂപപ്പെടുത്തുന്നത്. അതായത് വ്യക്തിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അതിന്റെ ഇമ്പാക്റ്റ് ഒരിക്കലും സമൂഹത്തിന് ബാധിക്കുകയില്ല. അത് നമുക്ക് വെറുതെ ഏറ്റവും ചെറിയ വാദങ്ങൾ കൊണ്ട് വെറുതെ ഏറ്റവും സവിശേഷമായ നമ്മുടെ ബുദ്ധിയോ ചിന്തയോ ഉപയോഗിച്ച് മാത്രം തിരുത്താൻ കഴിയുന്ന ഒരു വാദമാണ്. ഒരു വ്യക്തിക്ക് മദ്യപിക്കാൻ ഇഷ്ടമാണ്, വ്യഭിചരിക്കാൻ ഇഷ്ടമാണ്, അവന് താല്പര്യമുള്ളത് മറ്റുള്ള ഒരാൾക്ക്, അവൻ മദ്യപിക്കുമ്പോൾ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു ചെയ്താൽ അതിന്റെ ഇമ്പാക്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഹാപ്പിനെസ് തിയറി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനകത്ത് ഒരുപാട് ആളുകൾ, ഒരു 10 ആളുകൾ ഉണ്ടെങ്കിൽ 9 ആൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യാം. അവിടെ 10ാമത്തെ ഒരാൾക്ക് അത് വിഷമം ഉണ്ടാക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷങ്ങൾ കൂടുതലായി ലഭിക്കുമ്പോൾ അത് ചെയ്യാമെന്നാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളെ 9 പേർ ചെന്ന് മൃഗീയമായി പീഡിപ്പിക്കുകയാണ്. ആ മൃഗീയമായി പീഡിപ്പിക്കുമ്പോൾ ഒരു ഉന്മാദ ലഹരിയിൽ അവർ പീഡിപ്പിക്കുകയാണെങ്കിൽ ആ 9 ആളുകൾ ചേർന്ന് അനുഭവിക്കുന്ന സന്തോഷത്തെക്കാൾ കൂടുതലാവുകയില്ല ആ മനുഷ്യൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന പ്രയാസം എന്നാണ് അവരുടെ സാധൂകരണം, അവരുടെ ന്യായീകരണം. ഇങ്ങനെ നോക്കുമ്പോൾ ഇവർ പറയുന്ന എല്ലാത്തരം വാദങ്ങളും വ്യക്തി മാത്രം നിക്ഷിപ്തമാവുകയും അത് സമൂഹത്തിലേക്ക് കണക്ട് ചെയ്യുകയില്ല എന്ന് പറയുന്ന വരണ്ട യുക്തി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള സംഗതികളെ തിയറൈസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് നമുക്കറിയാം, ഇവിടെ സ്ത്രീ പുരുഷ വിവേചനം നിലനിൽക്കുന്നുണ്ട്. പാട്രിയാർക്കലായ സൊസൈറ്റിയാണ്, പുരുഷാധിപത്യം നിലനിൽക്കുന്നുണ്ട്, സ്ത്രീ വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ നിരാകരിക്കുകയോ റദ്ദു ചെയ്യുകയോ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ട് പാട്രിയാർക്കൽ സൊസൈറ്റികൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് നാഗരികമായ ചരിത്രമുണ്ട് എന്നുള്ളതാണ്. അതിന് വിവിധ സമൂഹങ്ങളിൽ അധികാര ഘടനയുമായി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളത് വളരെ വാസ്തവപരമായ സംഗതി, നമ്മൾ അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിനുള്ള ബദലായിട്ട്, ആൾട്ടർനേറ്റീവായിട്ട് അവർ പറയുന്നത് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന 2 ദ്വന്ദ്ങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് സ്ത്രീ പുരുഷ വിവേചനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് സ്ത്രീയും പുരുഷനും ഇനി മുതൽ വേണ്ട എന്നാണ് പറയുന്നത്. ഇതിലൂടെ നേരത്തെ ആർവൈ സാഹിബൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ഇവർ എന്ത് തന്നെ പറഞ്ഞാലും ഇവർക്ക് കുടുംബത്തിന് ഒരു ആൾട്ടർനേറ്റീവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ ഒരു കുടുംബത്തെ അവർ ഫോം ചെയ്യുന്നുണ്ട്, 2 ഇണകൾ രൂപപ്പെടുത്തുന്നു, അവർ അഡോപ്റ്റ് ചെയ്തിട്ടെങ്കിലും അതല്ലെങ്കിൽ പെറ്റുകളെ വളർത്തിയിട്ടെങ്കിലും ഒരു കൂട്ടമായിട്ട്, മനുഷ്യന് പ്രകൃതമാണത്, അവർ കൂട്ടമായി ജീവിക്കുമെന്നുള്ളത്, അവർ കുടുംബം പോലെ ഒരു കുടുംബത്തിന് ആൾട്ടർനേറ്റീവ് രൂപപ്പെടുത്താൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അവരൊരു കുടുംബ സിസ്റ്റത്തിന്റെ ബാക്കി എല്ലാ സംഗതികളും ഉൾക്കൊള്ളുന്ന ഒരു സാധനത്തെ അവർ രൂപപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ കുടുംബത്തിനകത്ത് സ്ത്രീ വിവേചനം നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയും പുരുഷനും ഇല്ല, ഇങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളെ മാറ്റി നിർത്തുക, പകരം അവന്റെ ജെൻഡർ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ സംഭവിക്കും നമുക്കറിയാം. കുടുംബം ഒരുപാട് ഇടങ്ങളെ, ഒരുപാട് ദുർബലരെ
സംരക്ഷിക്കുന്നൊരിടമാണ്. അംഗവൈകല്യമുള്ള, മാനസികമായി റിട്ടാർഡഡ് ആയിട്ടുള്ള, വൃദ്ധരായിട്ടുള്ള, കുട്ടികളായിട്ടുള്ള, രോഗികളായിട്ടുള്ള, ഇങ്ങനെ സമൂഹത്തിൽ തുണ ആവശ്യമുള്ള, സുരക്ഷിതത്വം ആവശ്യമുള്ള, മറ്റുള്ള ആളുകളുടെ സംരക്ഷണം ആവശ്യമുള്ള അനേകം മനുഷ്യർ നിലനിൽക്കുന്ന ലോകത്തിനകത്ത്, ആ ലോകത്ത് ക്രമത്തിനകത്ത് ഇത്തരത്തിലുള്ള ദുർബലരായ മനുഷ്യർക്ക് ഇടവും സവിശേഷതയും നൽകുന്ന മേഖലകളാണ് കുടുംബങ്ങൾ. അവർ കുടുംബത്തിനകത്ത് സംരക്ഷണം എന്ന് പറയുന്ന സംഗതി, പരസ്പരമുള്ള ബാധ്യതകളും കടമകളും എന്ന് പറയുന്ന സംഗതി ലെജിറ്റിമൈസ് ചെയ്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ സംവിധാനങ്ങളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട്, ആ സംവിധാനങ്ങളെയൊക്കെ റദ്ദു ചെയ്തുകൊണ്ട് ഇവിടെ സ്ത്രീ പുരുഷ സമത്വം സ്ഥാപിക്കാൻ കഴിയുമെന്ന് പറയുന്നത് അപകടകരമായ വെറും പൊള്ളയായ വാദമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന അനേകം മനുഷ്യരെ, ന്യൂനപക്ഷങ്ങളെ തിരിച്ചറിയാതെയുള്ള വെറും വാദമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ വിവേചനം എങ്ങനെയാണ് ഇല്ലാതാക്കപ്പെടുന്നത്? ഈ കൺസെന്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിലൂടെയാണ് മനുഷ്യന്റെ തീരുമാനങ്ങൾ ഇവർ നിശ്ചയിക്കുന്നത്. ഈ കൺസെന്റിനകത്ത് അനേകം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് തുടരെ ആവർത്തിക്കുന്ന മീറ്റു ക്യാമ്പയിനുകൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സ്ത്രീയും പുരുഷനും യഥാർത്ഥത്തിൽ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് സ്ത്രീ കൃത്യമായി ഇരയാക്കപ്പെടുന്നു. സ്ത്രീ അർദ്ധനഗ്നിയായി നടക്കുന്നത് യഥാർത്ഥത്തിൽ ആ സ്ത്രീയുടെ കംഫർട്ടബിലിറ്റിയേക്കാൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത്. ഇതിനകത്ത് ഒരുപാട് അപവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. എങ്കിൽ കൂടെയും മനസ്സിലാക്കപ്പെടേണ്ടത് അതിനകത്ത് പുരുഷ കാമനകളെ പ്രീതിപ്പെടുത്തുകയും പ്രീണനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വശമുണ്ട് എന്ന് തന്നെയാണ്. അതിലേത് വശം മുഴച്ചു നിൽക്കുന്നു എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ പുരുഷ കാമനകളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വശം അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് എങ്ങനെയാണ് സ്ത്രീ വിവേചനത്തെ അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഇവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? കൺസെന്റ് എന്ന് പറയുന്ന ഒരു സമയത്ത് ഒരു വ്യക്തി അവർ തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെടുകയും ഇന്റർകോഴ്സിൽ ഏർപ്പെടുകയും ചെയ്തതിനു ശേഷം പിന്നീട് ഈ വ്യക്തിയെ പുരുഷനെ തന്നെ മിസ്യൂസ് ചെയ്യാൻ സ്ത്രീകൾക്ക് കൺസെന്റിന് ഉപയോഗപ്പെട്ട ഒരു ബലാത്കാരമായിട്ടായിരുന്നു എന്നെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ നിയമ നടപടികൾ ഉണ്ടായിരിക്കും. അവിടെ അതിനകത്തുള്ള അന്വേഷണങ്ങൾക്കൊന്നും പിന്നീട് സാധ്യതകളില്ല എന്നുള്ള, അതിനെ അപ്പുറത്തു തന്നെ കൺസെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അനേകം സ്ത്രീകളെ പീഡനത്തിനും ചൂഷണത്തിനും ഇടയാക്കുവാനുള്ള ഉപാധിയായി നിലനിൽക്കുന്നു. നമുക്കറിയാം, പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ ഒരു ക്രമം, ഒരു താളം എന്ന് പറയുന്നത് ഈ ജനറേഷൻ കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ചാക്രികമായി സൈക്ലിംഗ് ആയി തുടർന്ന് കണ്ണുചേർന്ന് നിലനിൽക്കേണ്ട ഒന്നാണ്. ഇതിനകത്ത് സിംഗിൾ പാരന്റിങ് എന്ന് പറയുന്ന സംഗതി, മുഴുവൻ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സംഗതി, കൂടുതലായിട്ടും 75 ലക്ഷം സ്ത്രീകളാണ് സിംഗിൾ പാരന്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കുടുംബത്തിനകത്ത് ഇസ്ലാമിനകത്തേക്ക് വന്ന് നോക്കൂ. ഇസ്ലാമിൽ സാമ്പത്തികമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള മുഴുവൻ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും പുരുഷനാണ് നൽകുന്നത്. ഖവാമിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും പുരുഷന് നൽകുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ മതവിശ്വാസങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ഇസ്ലാമിനകത്തൊക്കെ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത പ്രത്യയശാസ്ത്രത്തിനകത്ത് സ്ത്രീ വിവേചനമുണ്ട് എന്ന് പറയുന്ന ആളുകളാണ് ഈ സ്ത്രീകളെ സിംഗിൾ പാരന്റിലേക്ക് വഴിതിരിച്ചു വിടുന്നത്. അവരൊറ്റക്ക് അവരുടെ എഫേർട്ടുകൾ, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എഫേർട്ടുകൾ ഏൽപ്പിക്കുന്ന വളരെ കൃത്യമായ സ്ത്രീ അനീതി നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയിലേക്കാണ് നമുക്ക് ഇതിന്റെ ഉത്ഭവം രൂപപ്പെട്ട പാശ്ചാത്യ നാടുകളെ പരിശോധിക്കുമ്പോൾ, യൂറോപ്പിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു സംഗതി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കൺസെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു വങ്കത്തരം അല്ലെങ്കിൽ ഒരു വിഡ്ഢിത്തരം എന്താണെന്ന് വെച്ചാൽ, കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഇവര് നമ്മുടെ മനസ്സുമായിട്ട് തീരുമാനമായിട്ട് കണക്ട് ചെയ്ത ഒരു സംഗതിയാണ്. ഇത് യഥാർത്ഥത്തിൽ ഫ്രോയിഡും അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം ഉൾപ്പെടെയുള്ള സിദ്ധാന്തങ്ങൾ, അതുപോലെ നീഷ, ഇവരുടെയൊക്കെ തിയറി വെച്ച്, കാൻഡി, ഇവരുടെയൊക്കെ തിയറി വെച്ച് നോക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് യാതൊരു തരത്തിലും ബാഹ്യമായ ഇടപെടലുകൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ആത്യന്തികമായ പരമാധികാരത്തിന്റെ ഒരു കേന്ദ്രമായിട്ടാണ് മനുഷ്യ മനസ്സുകളെ ഇവർ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന്റെ തീരുമാനങ്ങൾ ശരിയാകുന്നത്. മനുഷ്യൻ എന്തെടുത്താലും ഒരു മനുഷ്യൻ എനിക്ക് ഇതാണ് ശരിയെന്ന് തോന്നുമ്പോൾ അതിന് ബാഹ്യപരമായിട്ടുള്ള ഒരു ഇടപെടലുകൾക്കും സ്വാധീനങ്ങൾക്കും അവിടെ ഇടയില്ല, അവിടെ വകുപ്പുകളില്ല, അതിന് പരമാധികാരം നൽകുകയാണ്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നഫ്സ് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റൂഹിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണ്. അതായത് നഫ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പലതരത്തിലുള്ള കാമനകളുടെ കേന്ദ്രമായിട്ടാണ് ഇസ്ലാം നഫ്സിനെ വിശേഷിപ്പിക്കുന്നത്. അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവുമായിട്ട് പലതരത്തിലുള്ള
കാമനകളുടെ ഒരു കേന്ദ്രമാണ് നഫ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിക്കേണ്ടി വരും, മാറ്റേണ്ടതിനെ മാറ്റേണ്ടി വരും, നൈതികതയെ സ്ഥാപിക്കേണ്ടി വരും, അതിനെക്കുറിച്ച് ആശയ കൺഫ്ലിക്റ്റുകളിൽ ഏർപ്പെടേണ്ടി വരും. ഇതിനൊക്കെ ശേഷമാണ് മനുഷ്യന് തീരുമാനത്തിലെത്താൻ കഴിയുന്നത്. ഈ ഒരു ദൈവിക അംശത്തെ അല്ലെങ്കിൽ ഈ ഒരു കാമനകളുടെ കേന്ദ്രം എന്ന അർത്ഥത്തിൽ മനസ്സിനെ മാറ്റിക്കൊണ്ട് അതിനകത്ത് ചോദനകളെ നിയന്ത്രിച്ചുകൊണ്ട് അതിനകത്ത് തീരുമാനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അതിനകത്ത് മനുഷ്യന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വലിയൊരു പ്രോസസ്സിനെ മാറ്റിമറിച്ചുകൊണ്ട് വെറും മെറ്റീരിയലായിട്ട് എല്ലാത്തരം അധികാരങ്ങളുടെ പരമാധികാരത്തിൻ്റെയും എല്ലാത്തരം തീരുമാനങ്ങളുടെയും ഒരു കേന്ദ്രമായി മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ചുകൊണ്ടാണ് കൺസേൺഡ് എന്ന് പറയുന്ന തിയറി മുന്നോട്ട് വരുന്നത്. ആ തിയറി തന്നെ പ്രശ്നവൽകൃതമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വരണ്ട ആശയങ്ങൾ നിലനിൽക്കുന്ന, കൃത്യമായിട്ട് സമൂഹത്തെ പ്രതിനിധാനം ചെയ്യാൻ സാധ്യമല്ലാത്ത, സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത, ഈ മെറ്റീരിയലായി മാത്രം സമൂഹത്തിലെ വ്യക്തികളെ കാണുന്ന, അതിൻ്റെ അപ്പുറത്ത് സാംസ്കാരികവും സാമൂഹികവും നാഗരികവുമായ വശങ്ങളെ ഉൾക്കൊള്ളാത്ത ഏതോ പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തിന് അൾട്ടർനേറ്റീവും ബദലും ഇതാണെന്ന് തീരുമാനിച്ചും സ്ഥാപിച്ചും കൊണ്ട് നടത്തുന്ന ഈ നടപടിക്രമങ്ങളെ ചരിത്രത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് ഏറ്റെടുത്ത ഇടങ്ങളിലും നാടുകളിലും ഇതിന്റെ പ്രതിഫലനം എന്താണെന്ന് ചർച്ച ചെയ്യുകയും വിശകലനത്തിനും വിമർശനത്തിനും വിധേയമാക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ ഈ സമൂഹത്തിൽ അതിനെ അവതരിപ്പിക്കുന്നതിൽ തന്നെ സാമൂഹികപരമായി തന്നെ പ്രസക്തിയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജീർണതകൾ നിലനിൽക്കുന്നിടത്ത് സംസാരിക്കുക എന്നുള്ളത്, ചോദ്യങ്ങൾ ഉയർത്തുക എന്നുള്ളത്, ആന്തരികവും ബാഹ്യവുമായ വിമർശന സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെ അത് നമ്മുടെ ഉത്തരവാദിത്വവും ബാധ്യതയും ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതുണ്ടാക്കിയ ഇമ്പാക്റ്റുകൾ ഇനി ജനറൽ ന്യൂട്രൽ വസ്ത്രത്തിന് ശേഷം, യൂണിഫോമിന് ശേഷം ജനറൽ ന്യൂട്രൽ ലാംഗ്വേജ് ആണ് രൂപപ്പെടാൻ പോകുന്നത്. അതിനുശേഷം മിക്സ്ഡ് ആയിട്ടുള്ള ഇടങ്ങളാണ് രൂപപ്പെടുത്താൻ പോകുന്നത്. ഇത് മനുഷ്യരിൽ രൂപപ്പെടുത്താൻ ഇടയുള്ള സ്വത്വത്തെ, ഒരു സ്ത്രീ എന്ന അർത്ഥത്തിൽ എനിക്ക് പ്രകാശിതമാകേണ്ട ചില സ്വത്വങ്ങളുണ്ട്. എൻ്റെ മനസ്സിൽ രൂപപ്പെടേണ്ട ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ മാനസികമായ മാറ്റങ്ങൾ രൂപപ്പെടുന്നത് ശാസ്ത്രം തന്നെ കണ്ടുപിടിച്ച സംഗതിയാണ്. ഈ മാനസിക വ്യവഹാരങ്ങളെ ഉൾക്കൊള്ളാതെ, മനുഷ്യ മനസ്സുകളിൽ സംഭവിക്കാൻ, അവന്റെ മാനസിക വ്യവഹാരങ്ങളിൽ സംഭവിക്കാൻ ഇടയുള്ള കൺഫ്ലിക്റ്റുകളെ ഒന്നും ഉൾക്കൊള്ളാതെ മനുഷ്യനെ വളരെ മെറ്റീരിയലായി മാത്രം കണ്ടുകൊണ്ട് നിക്ഷിപ്തമാക്കിക്കൊണ്ട് കണിശമാക്കിക്കൊണ്ട് നീ ഇതല്ല, നീ ഇങ്ങനെയാണ് ആവേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യവും അടിമത്വവും. അതാണ് യഥാർത്ഥ അടിമത്വം എന്ന് തിരിച്ചു പറയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ ശേഷമുള്ള ഒരു തലമുറയെ ഇതിനകത്ത് നിന്ന്, ഇത്തരത്തിലുള്ള ലിബറൽ വാദങ്ങളിൽ നിന്ന്, ലിബറലിസത്തിന്റെ കുട്ടികൾ ഏറ്റവും ഇന്ന് SFIയുടെ ഒരു പോസ്റ്റർ കണ്ടു. ആ പോസ്റ്ററിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനൊരു വിഷയം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ വിഷയത്തിനകത്ത് പറയുന്നത് പോൺ അഡിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന പോൺ അഡിക്ഷൻ അവരുടെ മാനസിക തലങ്ങളെ പ്രയാസകരമായി ബാധിക്കുമെന്ന് പറഞ്ഞു. അതിന് പരിഹാരം അവരെ നേരെ ഇന്റർകോഴ്സിലേക്ക് ഇറക്കി വിടുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് ഇവർ നടത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പോൺ അഡിക്ഷനെ കുറിച്ച് അത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. അത് കുട്ടികൾക്കിടയിൽ ഉണ്ടായിരിക്കും, മനുഷ്യന്റെ ചോദനയാണ്, അത് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് അത്തരത്തിലുള്ള വീഡിയോകളിലൊക്കെ ഈ അവരുടെ കാമനകളെ ഒതുക്കുന്നതിന് പകരം ഡയറക്റ്റായി ഒരു സമൂഹത്തിൽ മൃഗങ്ങളെ പോലെ ഇറങ്ങി ഇന്റർകോഴ്സുകളിൽ ഏർപ്പെടണമെന്ന് ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് സമൂഹത്തിലും ക്യാമ്പസിലും ഒക്കെ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയത്തെയും അതിന് സാധൂകരണമായി മനുഷ്യന്റെ അവകാശങ്ങളെയും രാഷ്ട്രീയത്തെയും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ന്യായീകരിക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ അടിമത്തത്തെ പ്രത്യയശാസ്ത്രം മനുഷ്യരെ ഇങ്ങനെ കുടുസാക്കിയിടുന്ന, മനുഷ്യനെ ലൈംഗിക ചോദനകളിലും മെറ്റീരിയലായ മനുഷ്യ തീരുമാനങ്ങളിലും മാത്രം കുടുക്കിയിടുന്ന ഇത്തരത്തിലുള്ള അടിമത്തങ്ങളെ, യൂറോപ്പിന്റെ നവോത്ഥാനത്തിന് ശേഷം രൂപപ്പെട്ട ഈ അടിമത്തത്തെ തിരിച്ചറിയുവാനും അതിനെ പ്രതിരോധിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ശക്തമായ ഭാഷയിൽ തന്നെ രൂപപ്പെടുത്തുവാൻ ഈ ഒരു സംഗമത്തിലൂടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.